my dear friends, welcome to my channel Nest by Roots. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. കണ്ടാൽ ഒരു ഫാലൂദിയോ ഫ്രൂട്ട് കസ്റ്റാർഡോ ആണെന്നൊക്കെ തോന്നുമെങ്കിലും ഇത് അതൊന്നുമല്ല സാധനം. നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഈ ഐറ്റം ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് എൻ്റെ കെട്ടിയോനാണ്. അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് കണ്ടാലോ? എൻ്റെ ഡൽഗോണ ലോലിപോപ്പ് ഒരുപാട് പേര് ട്രൈ ചെയ്തു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇതും. പുള്ളിക്കാരന് ഇവിടെ പാല് തിളപ്പിക്കുക, ഒരു പാക്കറ്റ് പാല് തിളപ്പിക്കാൻ വെക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. ഞങ്ങൾ ആദ്യം 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തത്. മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം, അതുകൊണ്ട് തന്നെ പോരാന്ന് തോന്നിയപ്പോൾ വീണ്ടും ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാൽ ഇവിടുന്ന് തിളക്കട്ടെ. അതിനിടയിൽ നമുക്ക് വേറെ എന്തൊക്കെ ആയിട്ടാണ് വേണ്ടത് എന്ന് നോക്കാം. ഞങ്ങളിവിടെ ഒരു പാക്കറ്റ് പാർലേജി ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. പാർലേജി തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബിസ്ക്കറ്റും ഉപയോഗിക്കാം. ആ ബിസ്ക്കറ്റ് മൊത്തമായി ഒരു ബൗളിലേക്ക് എടുക്കുകയാണ്. ഇനി നമുക്ക് ആ ബിസ്ക്കറ്റിനെ ചെറുതായി കൈകൊണ്ട് തന്നെ ചെറുതായി നുറുക്കി കൊടുക്കാം. ചെറിയ ചെറിയ പീസസ് ആക്കി പൊടിച്ചിട്ടുകയാണ്. ഒന്ന് ചെറുതായി ക്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. ജനലിലേക്ക് വെയിലടിച്ച് നിഴല് വരുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ പാലിന് ഒരു കളർ വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ തിളച്ച പാല് ചൂടോടുകൂടെ തന്നെ നമുക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൽ കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ആഡ് ചെയ്ത് നമ്മൾ ആ ബിസ്ക്കറ്റിനെ ഒക്കെ ഒന്ന് കുതിർത്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളെ ബിസ്ക്കറ്റിൻ്റെ കട്ടകളൊക്കെ ഉണ്ടാകാം, അതൊക്കെ നല്ലതുപോലെ ഉടച്ചു കൊടുത്ത് നമ്മുടെ കേക്കിൻ്റെ ഒക്കെ ബാറ്റർ പോലെ നല്ല പാകമാക്കി എടുക്കണം. ഒരുപാട് മെനക്കേടൊന്നും ഇല്ല, അതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയായി. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ തണുപ്പിച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാത്രമേ ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സെർവ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യാം. പക്ഷെ ഐസ്ക്രീം കൂടെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുമ്പോൾ ആണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നുകൂടെ മുന്നിട്ട് നിൽക്കുന്നത്. പുള്ളിക്കാരൻ ഇവിടെ ചോക്ലേറ്റ് സിറപ്പ് വെച്ച് ഗ്ലാസ്സിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാവുന്നതാണ്. ചോക്ലേറ്റ് സിറപ്പ് വേണമെന്നില്ല. അതിനുശേഷം ഗ്ലാസ്സിലേക്ക് നമ്മൾ തണുപ്പിച്ച് വെച്ച നമ്മുടെ ആ ബിസ്ക്കറ്റിൻ്റെയും പാലിൻ്റെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗസ്റ്റൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ എന്നും ഫ്രൂട്ട് സാലഡും ഫാലൂദിയും ഒക്കെ കൊടുക്കാതെ ഒന്ന് വെറൈറ്റി ആയി ഒന്ന് മാറ്റിപ്പിടിക്കാം നമുക്കിതിലേക്ക്. കുട്ടികൾക്കൊക്കെ എന്തായാലും തീർച്ചയായും ഇഷ്ടമാകും, കാരണം അവരൊക്കെ ബിസ്ക്കറ്റ് പാലിലൊക്കെ മുക്കി കഴിക്കുന്നതാണല്ലോ. അത് ഒന്നുകൂടെ തണുപ്പിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ ഇരട്ടിക്കുക മാത്രമേ ഉള്ളൂ. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നല്ല തണുപ്പോട് കൂടെ തന്നെ ഇത് സെർവ് ചെയ്യുക. ഐസ്ക്രീമും പാലും ബിസ്ക്കറ്റും ചേർന്ന് ആ മിക്സും ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷെ തണുപ്പ് പോയി കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ ഒരു ചുവ ഫീൽ ചെയ്യും. അപ്പോൾ എങ്ങനെ എല്ലാവരും ഉണ്ടാക്കാൻ നോക്കുകയല്ലേ? പാലും ബിസ്ക്കറ്റും ഇല്ലാതെ വീടുണ്ടാവില്ലല്ലോ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. വീണ്ടും അടുത്തൊരു ഐറ്റവുമായി കാണുന്നവരെ സൈനിങ് ഓഫ്. റൂട്സ്.